സാമ്പാർ ഇഞ്ചിക്കറിയാണ് ചോറിന് കൊടുക്കുന്നത്. അത് ഞായറാഴ്ച, ശനി ഞായറാഴ്ച മുതൽ ഞായറാഴ്ചയാകുമ്പോൾ കായും പരിപ്പായിട്ട് പറഞ്ഞ എലിശ്ശേരി രൂപത്തിലാണ് കൊടുക്കുക. അത് രാവിലെ 5:30 മണിക്ക് തീ പകർന്നതിന് ശേഷം ആ വെള്ളം ചൂടാക്കി നീരാവിയിൽ ഇങ്ങനെ പൈപ്പിലേക്ക് പോവുക. പറശ്ശിനി മടപ്പുരയിൽ എത്തുന്നവരെല്ലാവരും മുത്തപ്പന് അതിഥികളാണ്. ജാതിമത വർഗ വർണ്ണ വിവേചനമില്ലാതെ എല്ലാവരെയും മുത്തപ്പൻ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. വരുന്ന അതിഥികൾക്ക് സ്നേഹവും അനുഗ്രഹവും മാത്രമല്ല, വിശക്കുന്ന വയറിന് അന്നവും തരും മുത്തപ്പനെന്ന ആതിഥേയൻ. വിശപ്പിന് വലിയവനെന്നോ ചെറിയവനെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഇല്ല. സർവചരാചരങ്ങൾക്കും വിശന്നാൽ ഭക്ഷണം വേണം. അത് നൽകുന്നയാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവം. അതാണ് പറശ്ശിനിക്കടവ് വാഴും ശ്രീ മുത്തപ്പൻ. എല്ലാ ദിവസവും മുടങ്ങാതെ ഉച്ചയ്ക്കും രാത്രിയിലുമായി 2 നേരം ഭക്തർക്ക് അന്നം നൽകുന്നയാളാണ് മുത്തപ്പൻ. പറശ്ശിനിക്കടവിലെത്തിയാൽ മുത്തപ്പന്റെ അംശവും പ്രസാദ സദ്യയും കഴിക്കാതെ മടങ്ങുന്നവർ വിരളമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് മുത്തപ്പന്റെ ഈ അന്നദാനം സ്വീകരിക്കുന്നത്. ആ ഒരു പിടി ചോറുമതി വയറും മനസ്സും നിറയാൻ. പഴയ ഊട്ടുപുരയിൽ നിലത്തിരുന്ന് ഇലയിലാണ് ഭക്ഷണം വിളമ്പിയിരുന്നതെങ്കിലും കാലക്രമേണ ആധുനിക സംവിധാനങ്ങൾ മുത്തപ്പന്റെ സന്നിധിയിലും എത്തി. പുതുതായി പണിത ഊട്ടുപുരയിൽ ഭക്തർക്ക് സൗകര്യപ്രദമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകും. എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഇടമാണ് പറശ്ശിനിക്കടവിലെ ഊട്ടുപുര. ഇലമാറി പ്ലേറ്റായെങ്കിലും ഇവിടുത്തെ ഭക്ഷണത്തിന് എപ്പോഴും മുത്തപ്പന്റെ സ്നേഹത്തിന്റെ രുചിയാണ്. തികച്ചും ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഊട്ടുപുരയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. അതെല്ലാം കൃത്യമായി ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളും ഇവിടെയുണ്ട്. പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടവരുത്താതെ അവരാണ് ഭക്ഷണം ഒരുക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത്. എന്റെ പേര് സത്യനാണ്. ഞാനിവിടെ 20 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ രാവിലെ ഏകദേശം ഒരു 5:30 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാത്രത്തിൽ മുക്കാപ്പോരം ഏകദേശം വെള്ളം ഉണ്ടാവും. അത് രാവിലെ 5:30 മണിക്ക് തീ പകർന്നതിന് ശേഷം ആ വെള്ളം ചൂടാക്കി നീരാവിയിൽ ഇങ്ങനെ പൈപ്പിലേക്ക് പോവുക. ഏകദേശം വെള്ളത്തിന്റെ അളവ് ഏകദേശം ഇവിടെ മനസ്സിലായി മീറ്ററിൽ കൃത്യമായിട്ട് കാണിക്കും. ഇത്രപ്പോരം ഏകദേശം മുക്കാപ്പോര വെള്ളം ഉണ്ടാവും. അത് ചൂടാക്കി ആവിയാകുന്നതിനനുസരിച്ചിട്ട് ഈ വാൾവ് തുറന്നാല് വെള്ളം ഇതിന്റെ അകത്തേക്ക് വരും. അത് കുറയുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഇതാവുക. ഇതിന്റെ തീ കത്തിച്ചുകൊണ്ടേയിരിക്കണം. തീ കത്തിച്ചുകൊണ്ടിരുന്നാലേ വെള്ളം ചൂടാക്കണം. കാരണം ഒരുപാട് ചോറാക്കണ്ടേ അല്ലേ. വെള്ളം ചൂടായിട്ട് ഈ അതിലെ കൂടെയാണ് ആവി വരുന്നത്. ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ നീരാവി വന്നിട്ട് വെള്ളം ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ ആ മീറ്റർ അവിടെ കാണിക്കും. അവിടെ 90 ഡിഗ്രിയിൽ കാണിക്കും. അത് ഡിഗ്രി ചൂടായി കഴിഞ്ഞാലാണ് ഇത് ഓണാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ അകത്തേക്ക് അരിയിടും. ഈ പാത്രത്തിൽ ഏകദേശം മുക്കാപ്പോര വെള്ളം ഉണ്ടാവും. അതിന് അരിയിട്ടിട്ട് 3 ബക്കറ്റ്, അതായത് 30 കിലോ അരി ഉണ്ടാവും. ഒരു ദിവസം ഏകദേശം ഒരു ട്രിപ്പിന് 2 കിൻഡലോളം ഏകദേശം അരി വേണ്ടി വരും. അങ്ങനെ 3 ട്രിപ്പ് ഒരു ദിവസം വെക്കേണ്ടി വരും. ഞായറാഴ്ചയാണ് 3-4 ട്രിപ്പ് വേണ്ടി വരും. ഞായറാഴ്ച ഏകദേശം ഒരു 5000 ആള് വരുന്നുണ്ടാവും. 1000-10,000 ഏകദേശം ആള് വരുന്നുണ്ടാവും. സാധാരണ ദിവസം 2000 ആള്. കറി അതുപോലെ തന്നെ ഇതേ സിസ്റ്റം തന്നെയാണ് കറിയിലും വരുന്നത്. മുക്കാപ്പോര വെള്ളം ഉണ്ടാവും. അതിനകത്ത് 3 ബക്കറ്റ് പരിപ്പിടും. പിന്നെ കറിയുടെ കഷ്ണങ്ങളിടും. അത് പതിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വയ്ക്കുക. സാമ്പാർ ഇഞ്ചിക്കറിയാണ് ചോറിന് കൊടുക്കുന്നത്. അത് ഞായറാഴ്ച, ശനി ഞായറാഴ്ച മുതൽ ഞായറാഴ്ചയാകുമ്പോൾ കായും പരിപ്പായിട്ട് പറഞ്ഞ എലിശ്ശേരി രൂപത്തിലാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഒരു 10 ആളുണ്ട്. ചോറ് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 10 ആളുണ്ട്. പിന്നെ വിളമ്പാൻ വേറെ 9 ആളുണ്ട്. 8:30 വരും എല്ലാവരും. പിന്നെ വന്ന് അടിച്ചു വാരി എന്നിട്ട് മേശ തുടച്ച് നിലം തുടച്ചു. എന്നിട്ട് പ്ലേറ്റ് സോപ്പിട്ട് കഴുകാൻ നിൽക്കും. എന്നിട്ട് പിന്നെ അത് പുറത്ത് വെക്കും. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ കടി അതിങ്ങനെ പൊക്കി എല്ലാവരും അങ്ങനെ 12 മണിയാകുമ്പോൾ 12-12:30 തിരക്കുള്ള ദിവസം അധികം നേരത്തെ ഉണ്ടാവും. സഹജീവികളോടുള്ള കാരുണ്യം എങ്ങനെയാവണമെന്ന് കാട്ടിത്തരുന്ന മഹത്തായ ആശയമാണ് പറശ്ശിനിക്കടവിലുള്ളത്. വിശക്കുന്നവർ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല.
ധൈര്യമായി പറശ്ശിനിക്കടവിന്റെ പടിവാതിൽ കടന്നുവരാം. നിങ്ങൾക്ക് കരുത്തായി കരുതലായി മുത്തപ്പൻ ഇവിടെയുണ്ട്.